മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പിൽ സിബിഐ അന്വേഷണമെന്ന ആവശ്യമുയർത്തി പരാതിക്കാർ സിബിഐ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കും. ക്രൈംബ്രാഞ്ച് കേസ് അട്ടിമറിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇതിനിടെ പുരാവസ്തു തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ മോൺസന്റെ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയ ഇഡി വൈകാതെ കുറ്റപത്രം സമർപ്പിക്കും. മോൺസൺ മാവുങ്കൽ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നാണ് പണം നഷ്ടപ്പെട്ടവരുടെ ആക്ഷേപം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം ഉൾപ്പെട്ട കേസിൽ പലരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും തട്ടിയെടുത്ത പണം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലെന്നും നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പണം നഷ്ടപ്പെട്ട MT ഷമീർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ക്രൈംബ്രാഞ്ച് കേസിൽ മോൺസണുമായി ബന്ധമുള്ളവരെങ്കിലും പോലീസ് ഉന്നതർക്ക് അനഭിമതരായവർ മാത്രമാണ് പ്രതിപട്ടികയിലെത്തിയത്. IG G ലക്ഷ്മൺ, മുൻ DIG S സുരേന്ദ്രൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ തുടങ്ങി 7 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. എന്നാൽ പോലീസ് സംവിധാനങ്ങൾ തന്നെ ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിന്ന ഇപ്പോൾ സർവീസിലുള്ളതും റിട്ടയർ ചെയ്തവരുമായ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തിയില്ല. മോൺസൺ മാവുങ്കലിൽ നിന്ന് പണം വാങ്ങിയ ഉദ്യോഗസ്ഥരും അന്വേഷണ പരിധിയിലില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിലെ ചിലർക്കെതിരെ അതിഗുരുതര ആരോപണങ്ങളും പരാതിക്കാർ ഉന്നയിക്കുന്നുണ്ട്. പുരാവസ്തുക്കളുടെ ഇടപാട് വിശ്വസിപ്പിച്ച് 6 പേരിൽ നിന്നായി 10 കോടി രൂപ തട്ടിയെടുത്തതിലാണ് അന്വേഷണം തുടങ്ങിയത്. ഇതിനിടെ പുരാവസ്തു തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ ED തുടർ നടപടികളിലേക്ക് കടന്നു. മോൺസൺ മാവുങ്കലിന്റെ 1,88,00,000 രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ ED വൈകാതെ കുറ്റപത്രവും സമർപ്പിക്കും. ജനം, കൊച്ചി.